Hi everyone, welcome to my new video. My name is Serafina. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്ക് പോലും സംസാരിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ വളരെ സ്മാർട്ട് ആണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം എന്തിനാണ് ഈ ടിപ്സ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നത്, എന്തിനാണ് മറ്റുള്ളവരുടെ മുന്നിൽ സ്മാർട്ട് ആണെന്ന് പറയിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനാണ് ഈ കൈൻഡ് ഓഫ് വീഡിയോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ആവശ്യമുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. ലൈഫിൽ എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും ചില സമയത്തൊക്കെ നമ്മൾ സ്മാർട്ട് ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടാവാം. ഒരു പക്ഷേ നമ്മുടെ റിലേഷൻഷിപ്പിലാവാം, ഫാമിലിയിലാവാം, ഫ്രണ്ട്സിൻ്റെ അടുത്താവാം, നമ്മുടെ റിവെഞ്ചിൻ്റെ അടുത്താവാം, അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്താവാം, കൊളീഗ്സിൻ്റെ അടുത്താവാം, സ്കൂളിലും കോളേജിലും ഒക്കെ ആവാം. അപ്പം എവിടെ ആയിക്കോട്ടെ നമ്മൾ വളരെ സ്മാർട്ടാണ്, പക്ഷെ എനിക്ക് അതിന് ഒരു വാക്ക് പോലും പറയണ്ട, ഒരു വാക്ക് പോലും പറയാതെ ഞാൻ വളരെ ഇൻ്റലിജൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിവുണ്ട് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ഷോ ചെയ്യാൻ പറ്റുന്ന, ഇൻ കേസ് അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഉണ്ടാക്കി കാണിക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഗായ്സ്, ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നമ്മൾ ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവരുത്. പക്ഷേ ലൈഫിൽ പലപ്പോഴും അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ മാത്രം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് പോയിന്റ്, നമ്മളിപ്പം ഒരാളിനോട് സംസാരിക്കുകയാണ്, അതൊരു സ്ട്രേഞ്ചർ ആവാം, നമുക്ക് എപ്പോഴും അറിയാവുന്ന ആളാവാം, നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആവാം, ആരും ആയിക്കോട്ടെ, നമ്മൾ അവിടെ വളരെ സ്മാർട്ടാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് അവിടെ ബ്ലാ 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 സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. മനസ്സിലായില്ലേ? നമ്മൾ അവിടെ അത്രയും പേരുടെ മുന്നിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഒടിഞ്ഞു കുത്തി ഇങ്ങനെ എനിക്കൊന്നും അറിയത്തില്ല എന്നുള്ള എക്സ്പ്രഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു റെസ്പെക്റ്റും കാര്യങ്ങളും കിട്ടും. ഈ നമ്മൾ ഈ സ്ക്രീൻ പ്രസൻസ് ഒക്കെ കാണുമ്പോൾ പറയത്തില്ലേ, ആ ആക്ടറിന് പ്രത്യേകിച്ച് ഡയലോഗിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ തന്നെ എന്നാ ഒരു സ്ക്രീൻ പ്രസൻസ് ആണെന്ന് പറയത്തില്ലേ, അതേ ഒരു ഇമ്പാക്റ്റ് തന്നെ നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ്, ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റാണ് ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒരു ഗുഡ് പോസ്ചർ, അതിനെ നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഐ കോണ്ടാക്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നതിന് എപ്പോഴും ഒരു ബാലൻസ് ഉണ്ടാവണം. നമ്മളിങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ അവരെ തന്നെ ഇങ്ങനെ സ്റ്റെയർ ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളൊരു റോങ് പേഴ്സൺ ആണ്, നമ്മൾ കുറച്ച് അഗ്രസീവ് മൈൻഡുള്ള ഒരു ആളാണ് എന്നുള്ളൊരു തോട്ട് അവരുടെ ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ബാലൻസ് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഐ കോണ്ടാക്റ്റിൽ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. നെക്സ്റ്റ് ആണ് ഡ്രസ് ഫോർ ദി ഒക്കേഷൻ. അതായത് നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. അതും സിറ്റുവേഷൻ അനുസരിച്ച് ഡ്രസ്സ് ചെയ്യണം. ഇപ്പം നമ്മളൊരു ഫ്യൂണറലിന് പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു പാർട്ടി വെയർ ഇട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അവിടെ ഒരു അയ്യേ ഞാൻ എന്നാ പരിപാടിയാണ് കാണിച്ചേ, ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഇതിട്ടുകൊണ്ട് വരാമോ എന്നുള്ളൊരു തോട്ട് വരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളൊരു വളരെ എന്താ പറയുന്നത്, അയൺ ചെയ്യുകയൊന്നും ചെയ്യാതെ ചുളുങ്ങിയ, അതുപോലെ നമ്മൾ ജസ്റ്റ് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടാൻ പറ്റുക, അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ വരും, നമുക്ക് തന്നെ ഒരു ഉൾവലിവ് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും എവിടെ പോയാലും ആ ഒക്കേഷൻ അനുസരിച്ചുള്ള ഡ്രസ്സ് ചെയ്യുക. കാഷ്വൽ ഇവൻസിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ കാഷ്വലി വെയർ ചെയ്യൂ. കാഷ്വൽ ഇവൻസിന് ഫ്രണ്ട്സിൻ്റെ കൂടെ ജസ്റ്റ് പുറത്തു പോകുമ്പോൾ നിങ്ങൾ ഗോൾഡൻ ജ്വല്ലറി ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോഴും നിങ്ങൾക്ക് ഈ പറഞ്ഞൊരു ഫീൽ വരും. അതുകൊണ്ട് തന്നെ ഡ്രസ് ഫോർ ദി ഒക്കേഷനാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. ഇനി നമുക്ക് നോക്കാം അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിസൺ മോർ ദാൻ യു സ്പീക്ക്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്ത് ഒരു പെയർ ഗ്രൂപ്പിൽ നിൽക്കുകയാണ്, നമ്മൾ കുറേ പേരുമായിട്ട് ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുകയാണ്, വർത്തമാനം പറയുകയാണ്, ചില്ല് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ അവിടെ നിന്ന് ബ്ലാ 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 സംസാരിച്ചുകൊണ്ടിരുന്നാൽ
അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ, അങ്ങനെ സംസാരിക്കും, നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ ഒരു വാക്ക് പോലും പറയണ്ട, നിങ്ങൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വളരെ മിടുക്കി അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് തോന്നിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ആവശ്യത്തിനധികം സംസാരിക്കാതെ അവർ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു നല്ല ലിസണറായി നോക്കുക, അവർക്കെല്ലാവർക്കും നിങ്ങളെ ഇഷ്ടപ്പെടും. അതായത് മനുഷ്യർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾ കൂടുതൽ കേൾക്കാൻ ശ്രമിക്കുക. നമുക്ക് 2 ചെവിയും ഒരു മൗത്തും ആണുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ കേൾക്കണം. അപ്പോൾ അതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് ആണ് ഹാവ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഏതൊരു സിറ്റുവേഷനെ പോസിറ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുക, ഒരു ഓപ്റ്റിമിസ്റ്റിക് വ്യൂ നമുക്കുണ്ടായിരിക്കുക. ആരെന്ത് കാര്യം പറഞ്ഞാലും അവിടെ ഒരു നെഗറ്റീവ് ലുക്ക് പോലും കൊടുക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവർ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ സ്മൈൽ ചെയ്യുക, നമ്മുടെ ബോഡി ലാംഗ്വേജിലൂടെയും ഗെസ്റ്റേഴ്സിലൂടെയും ഒക്കെ നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളവിടെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള ഒരു സിഗ്നലാണ് അതുവഴി നമ്മളവിടെ കൊടുക്കുന്നത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഷോ എംപതി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് ഫീലിങ്സ് ഉണ്ട്, അവരുടെ ലൈഫിലൂടെ അവർ നല്ല സിറ്റുവേഷനിലൂടെയും ബാഡ് സിറ്റുവേഷനിലൂടെയും കടന്നു പോകാം. ഇപ്പോൾ ഒരാളൊരു എക്സാമിന് വിൻ ചെയ്തു വലിയ മാർക്കൊക്കെ കിട്ടുകയാണ്, നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം, നമ്മൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യണം, ആ ഒരു സന്തോഷം നമ്മളിലും ഉണ്ടാവണം. അതുപോലെ ഒരാൾക്ക് എന്തോ ഒരു വലിയ വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമത്തിലും നമ്മൾ പങ്കെടുക്കുക. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ ചേർന്ന് നിൽക്കുക, അവരുടെ ഇമോഷൻസ് നമ്മളിലൂടെയും കൂടെ കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അവരോടൊരു കെയർ ഉണ്ടെങ്കിൽ ആ ഒരു കെയർ നമുക്ക് അവിടെ എക്സ്പ്രസ് ചെയ്യാം. സോ ഒരു അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ബി കൺസിസ്റ്റന്റ് ആൻഡ് റിലയബിൾ. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരാൾ പറയാണ് ഞാൻ ഡെയിലി രാവിലെ 7 o'clock മുതൽ 8 o'clock വരെ എക്സസൈസ് ചെയ്യുമെന്ന് പറയും. പക്ഷെ ഈ പറയുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് മനസ്സിലാണ് നമ്മൾ പറഞ്ഞാൽ വെറുതെയാണ്, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊരു തോട്ട് വരാൻ പാടില്ല. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, നമ്മൾ ഇവരോട് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് ചെയ്യുക. എക്സസൈസ് 7 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് 8 o'clock നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ ഒരാളിനോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കാൻ ശ്രമിക്കുക. ഞാൻ നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. പറ്റില്ല എന്നുണ്ടെങ്കിൽ സോറി എനിക്ക് നാളെ വരാൻ പറ്റില്ല കേട്ടോ, ലാസ്റ്റ് മൊമെന്റിലാണെങ്കിലും സോറി എന്നോട് ക്ഷമിക്കണം, ഈ മിനിറ്റ് പറഞ്ഞതിന് ക്ഷമിക്കണം, എനിക്ക് ഇന്ന കാരണോട് വരാൻ പറ്റിയില്ല എന്ന് പറയാം. അതാണ് മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്മാർട്ടാണ്, ഇന്റലിജന്റ് ആണ്, കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകും. സോ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ്, ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ പ്രോമിസസ് ഒക്കെ വാക്ക് പാലിക്കുക. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക. ഞാനത് പറഞ്ഞു തോന്നുന്നു, ഇടയ്ക്ക് വിട്ടുപോയതാണ്. ആൻഡ് ലേൺ ആൻഡ് ഗ്രോ ആണ് നെക്സ്റ്റ് പോയിന്റ്. അതായത് ചിലവർക്കൊരു വിചാരമുണ്ട്, എനിക്കെല്ലാം അറിയാം, എനിക്കറിയാത്തതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മൾ വളരെ സ്മാർട്ടായിട്ടുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ, ശരിക്കും അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഈ ലോകത്തിൽ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഗായ്സ്. ഈവൻ ഈ സംസാരിക്കുന്ന എനിക്കറിയാത്ത എന്തോരം കാര്യങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ തിരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു ഓപ്പർച്യൂണിറ്റിയും ഏതൊരു സിറ്റുവേഷനെയും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരവസരമായിട്ട് കാണുക. ഇപ്പം പുതിയ ഒരാളിനോട് സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ആ ആളിൽ നിന്ന് പലതും പഠിക്കാനുണ്ടാവും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനെയും ഓപ്പൺ മൈൻഡായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്ത് കാര്യത്തിൽ നിന്നും പുതിയത് പഠിക്കും. ഞാൻ എൻ്റെ ലൈഫിൽ പഠനം എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ് എന്ന് ട്രസ്റ്റ് ചെയ്യുക. സോ നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ബി പേഷ്യൻ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഇരിക്കുകയാണ്, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചാടി കയറി ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കണം എന്നല്ല. നമ്മളവിടെ നമ്മളുടെ കാര്യം, നമ്മളുടെ ആവശ്യം എന്താണ് കറക്റ്റായിട്ട് നമ്മൾ എക്സ്പ്രസ് എക്സ്പ്രസ് ചെയ്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമുക്ക് എന്താണോ ആവശ്യങ്ങൾ നമ്മൾ മുന്നോട്ട് ഉന്നയിക്കുക, നമുക്ക് ചെയ്യാനുള്ളത് കറക്റ്റായിട്ട് ചെയ്യുക, എന്നിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്ക് ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് വേണം, ക്വിക്ക് റിയാക്ഷൻ വേണം, അങ്ങനെ ഒന്നും വാശി പിടിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നവരാണ് ആൾക്കാർ ഒരു അഗ്രസീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ എപ്പോഴും ഫോളോ ചെയ്യേണ്ട ഒരു പോളിസിയാണ് ബി പേഷ്യൻ്റ് എന്നുള്ളത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, അതാണ് ഏറ്റവും വലിയ കാര്യം. കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുക, ദെൻ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുക. ഇല്ല എങ്കിൽ ഓക്കെ, ജസ്റ്റ് ലീവ് ഇറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് മൂവ് ഓൺ ചെയ്യുക.
ആൻഡ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ് ആണ്. ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റ് ആണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. ഇത് പലരും പറയും, നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ബിലീവ് ഇൻ യുവർ സെൽഫ്? ഇപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്കൊരു വലിയ ക്രൗഡിൻ്റെ മുന്നിൽ എൻ്റെ ഫേവറേറ്റ് സോങ് പാടണം. അപ്പോൾ എല്ലാവരും എന്നെ എൻകറേജ് ചെയ്യണം, നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് പറ്റും, അങ്ങനെയൊക്കെ പറയണം. ഞാനപ്പോൾ പാടാം എന്നൊക്കെ വിചാരിച്ചിരിക്കുക. ലാസ്റ്റ് മൊമെൻറ്റിൽ ഞാൻ അത്രയും ആൾക്കാരെ കാണും, അയ്യോ എനിക്ക് പാടാൻ പറ്റത്തില്ല, എനിക്ക് പറ്റില്ല എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവിടെ നമ്മളെ പറ്റി നമുക്കൊരു ധാരണയില്ല, നമ്മളിൽ നമുക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അതേസമയം ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്ക് പാടാൻ പറ്റും. ഈ ആൾക്കാരൊക്കെ എന്നെപ്പോലുള്ള മനുഷ്യരാണ്, മറ്റുള്ളവർ പാടുമ്പോൾ ഞാനും ഇതുപോലല്ലേ നോക്കി നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. ഈ ക്രൗഡിൻ്റെ നമ്പറിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. സിമ്പിളായിട്ട് എനിക്ക് പാടാം, എനിക്ക് എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ പാടുന്ന പോലെ ഇവിടെ നിന്ന് പാടാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ഗൈസ്. അപ്പോൾ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വാക്ക് പോലും പറയാതെ നമ്മൾ കോൺഫിഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്ന് കാണിക്കാൻ വേണ്ടുന്ന കുറച്ച് ടിപ്സാണ്. അതിലെ ലാസ്റ്റ് പോയിന്റ് ആണ് ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങളൊരു സ്ഥലത്തിരിക്കുകയാണ്, അപ്പം മറ്റുള്ളവർ നിങ്ങളെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ബോഡി ഷെയിം ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കുറവുകൾ പറഞ്ഞ് നിങ്ങളെ കളിയാക്കുകയാണ്. നിങ്ങളെ ഷെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ റിയാക്ട് ചെയ്യണോ വേണ്ടോ നിങ്ങൾക്ക് തീരുമാനിക്കാം. അവിടെയാണ് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഗതി ഇരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നിങ്ങളിൽ വിശ്വാസമുണ്ട് എങ്കിൽ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളെ തളർത്താനാവില്ല. നിങ്ങൾ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുകയും ചെയ്യും, മറ്റുള്ളവരുടെ മുന്നിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.